ഇതിന്റെ പേര് ചെമ്പകം എന്നാണ്. അപ്പൊ ഇതില് ഒരു പൂ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെടിയിലോട്ട് പോവാം. വെച്ചു ഇനി അടുത്ത ചെടി കാണിച്ചു തരും. അടുത്ത ചെടി ഇവിടെയാണ്. ഇതാണ് നമ്മുടെ അടുത്ത ചെടി. ഇതല്ല ചെടി, ഇതിന്റെ പൂവാണ്. ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. അതാണ് ഇവിടെ കണ്ടത്. ഇതാണ് അതിന്റെ പ്ലാന്റ്. ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഒരു പ്ലാന്റ് അതിന്റെ പേരറിയത്തില്ല. ചെടി കാണിക്കാൻ പോകുന്നു. ലച്ചു അടുത്ത ചെടി ഒന്ന് കാണിച്ചു കൊടുത്തേ. അത് നമുക്ക് അങ്ങോട്ട് പോയി കാണാം. ഇതാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു ബന്ദിയാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ളൊരു 10 മണിയാണ്. ഒരു കുപ്പി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിപ്പോ കുറച്ചൊക്കെ പോയി. അത് പിന്നെയും കിളുത്ത് വരുന്നുണ്ട് താഴത്തുനിന്ന്. ഇനി അടുത്ത് ഇതാണ് ശംഖുപുഷ്പം. ഞങ്ങളുടെ വീട്ടിലെയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചെടി കാണാം. ഏത് ചെടിയോന്നൊന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് ചെടി മാമ്പഴം. ഇത് നമ്മുടെ വീട്ടിലൊരു താമരയാണ്. ഇതാണ് നമ്മുടെ താമര. വെയിലുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാത്തത്. ഇതാണ് നമ്മുടെ വീട്ടിലൊരു താമരയാണ്. ഇനി നമുക്ക് അടുത്ത താമര കാണാൻ പോകും. ഇതാണ് വേറൊരെണ്ണം. ഇതിന്റെ മുട്ട് വരുന്നതേ ഉള്ളൂ. കണ്ടത് മുട്ട് വരുന്നതേ ഉള്ളൂ. മുട്ട് ഇങ്ങനെ ഇതായി വരുന്നുള്ളൂ. ഇതാണ് മുട്ട്. ഈ കാണുന്നതാണ് മുട്ട്. അതിൻ്റെ അകത്ത് മുട്ട് വരുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം പറിച്ചതാണ്. ഇത് നടാനുള്ളതാണ്. ഇതിൻ്റെ അകത്തൊന്നും മുട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇതിൻ്റെ അകത്തും അതേപോലെയാണ്. ഇതിൻ്റെ അകത്തൊന്നും വന്നിട്ടില്ല. ഇതിനകത്ത് 3 ചെറിയ മുട്ട് നിൽപ്പുണ്ട്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, പിന്നെ താഴത്ത് ഒരെണ്ണം ഇപ്പോൾ ഉണ്ട്. പിന്നെ നമ്മളൊരു ഫ്രിഡ്ജ് ബോക്സിലാണ് പിന്നെ വേറൊരു താമര നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇന്നലെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഈ താമര വിരിഞ്ഞാണ്. അതിൻ്റെ വിത്തായി വരുന്നതാണ്. ഇത് കഴിഞ്ഞ ആഴ്ച വിരിഞ്ഞ പൂവാണ്. ഇതിൻ്റെ അകത്ത് ഒരു മുട്ടും കൂടെ നിൽപ്പുണ്ട്. ഇവിടെ വേറൊരു താമരയും കൂടെ ഉണ്ട്. അത് പറിക്കാറായതാണ്. അതെങ്കിൽ പറിക്കണം നമുക്ക്. പിന്നെ ഇവിടെ ഒരു ഇതിരിക്കുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടയിടാൻ പോയപ്പോൾ കിട്ടിയൊരു മീനാണ്. അത് നാളത്തെ വീഡിയോ നമുക്ക് കാണാം. എൻ്റെ വീട്ടിലെ ചെടികളാണ്. താങ്ക് യു.